പാലാ മൂന്നാനി മുനിസിപ്പൽ കോംപ്ലക്സ് വലവൂർ IIIT വിദ്യാർത്ഥികൾക്കായി തുറന്നുകൊടുത്തു. ആക്ടിംഗ് ചെയർപേഴ്സൺ മായ രാഹുൽ ഉദ്ഘാടനം ചെയ്തു. 49 മുറികളാണ് IIIT ഹോസ്റ്റലിനായി നൽകിയത്. കാലാകാലങ്ങളിലായി മൂന്നാനി കോംപ്ലക്സ് കെട്ടിടം ഓരോ സ്ഥാപനങ്ങൾക്കായി നൽകാൻ ധാരണയുണ്ടായിരുന്നെങ്കിലും ഓരോ സാങ്കേതികത പറഞ്ഞ് കെട്ടിടം വാടകയ്ക്ക് നൽകുവാൻ സാധിക്കാതെ വന്നിരുന്നുവെന്ന് ആക്ടിംഗ് ചെയർപേഴ്സൺ മായ രാഹുൽ പറഞ്ഞു. കോർട്ട് കോംപ്ലക്സ് ഓക്യുപ്പൻസി മാറ്റിയിട്ട് കൊമേഴ്ഷ്യൽ പ്ലസ് IIITക്ക് ഹോസ്റ്റലിന് വേണ്ടി വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. 49 റൂംസിൽ ഡബിൾ ഓക്യുപ്പൻസി ആയിട്ട് കുട്ടികൾ ഓൾറെഡി ഇവിടെ ഉണ്ട്. 11 കുട്ടികൾ ഓൾറെഡി ഉണ്ട്. ഇന്നു മുതൽ ബാക്കിയുള്ള കുട്ടികളും വന്നുകൊണ്ടിരിക്കുകയാണ്. കോംപ്ലക്സ് എല്ലാം ബ്യൂട്ടിഫുള്ളായിട്ട് നീറ്റാക്കിയിട്ടും എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. പല തവണ ലേലത്തിന് വെച്ചിട്ടും ആരും എടുക്കാതെ വന്നപ്പോഴാണ് IIITക്കാർ മുന്നോട്ട് വന്നിട്ട് അവരുടെ ആവശ്യപ്രകാരം നമ്മൾ ഓക്യുപ്പൻസി എല്ലാം മാറ്റിയിട്ട് അതിനെ വേറെ രീതിയിലോട്ട് മാറ്റി നമുക്ക് വേറെ റൂംസ്, അതായത് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള റൂംസും ഉണ്ട്. ഇവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു റെസിഡൻഷ്യൽ റൂംസും നമ്മൾ ഓക്യുപ്പൻസിയിൽ തന്നെ മാറ്റിയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്കായി ഹോസ്റ്റൽ സൗകര്യങ്ങൾ ക്രമീകരിക്കാവുന്ന രീതിയിലുള്ള കെട്ടിടമാണിതെന്ന് വലവൂർ IIIT ഉദ്യോഗസ്ഥൻ മനോജ് പറഞ്ഞു. ആക്ടിംഗ് ചെയർപേഴ്സൺ മായ രാഹുലും ബിജു പാലുപ്പടവനും മുൻകൈയെടുത്ത് IIIT ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി തീരുമാനത്തിലെത്തുകയായിരുന്നു. പാലാ നഗരസഭ KRDFCന്ന് ലോൺ എടുത്താണ് ഈ കെട്ടിടം ഇവിടെ നിർമ്മിച്ചതിന് ശേഷം നമുക്ക് തീർച്ചയായിട്ടും ലോൺ അടയ്ക്കാനും തിരിച്ച് പറ്റിയില്ല. കാരണം പല പ്രാവശ്യം ഇത് ലേലം ചെയ്തു. പല പ്രാവശ്യം ലേലം ചെയ്തിട്ടും ഒരു കാരണവശാലും ഈ റൂം 1-2 റൂമാണ് ആകെ പോയത്. അപ്പോൾ അങ്ങനെ ആലോചിച്ച സമയത്ത് അത് കഴിഞ്ഞ് ബ്രില്യൻ്റ് സ്റ്റഡീസിൻ്റെകാർ വന്നു. അവരെ സംബന്ധിച്ച് അവരും ഇത് ഏറ്റെടുത്തില്ല. അതിനുശേഷമാണ് IIIT വളരെ നല്ല രീതിയിൽ വന്ന് ഇത് സഹകരിക്കുകയും വളരെ രീതിയിൽ സഹകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. നമുക്കറിയാം, അതിൻ്റെ അകത്ത് ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് എന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തെങ്കിലും ഇതൊരു കോസ്റ്റൽ ഫെസിലിറ്റീസിലേക്ക് വരണമെങ്കിൽ ധാരാളം റിക്വയർമെൻറ്റ്സ് ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അതുപോലെ മോഡിഫിക്കേഷൻ ആവശ്യമുണ്ടായിരുന്നു. അത് IIITയും ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു. നഗരസഭ പദ്ധതി പൈസ കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്ത് നഗരസഭ പദ്ധതിയിൽ പൈസ വെച്ചു. ഏതാണ്ട് കഴിഞ്ഞ കൗൺസിലിൽ തന്നെ ഇതിൻ്റെ എല്ലാ നടപടികളും പൂർത്തീകരിച്ചിരുന്നു. പക്ഷേ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ആണ് പുതിയ അധ്യയന വർഷത്തിൽ ഈ കഴിഞ്ഞ ദിവസമാണ് പിള്ളേരെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ സാധിച്ചത്. ഏതായാലും നഗരസഭ കഴിഞ്ഞ കാലങ്ങളിൽ നഗരസഭ വളരെ ഇതോടെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഏതാണ്ട് നമ്മുടെ നഗരസഭയ്ക്ക് ഒരു 2 ലക്ഷം രൂപ വരുമാനം ഉണ്ടാകാൻ സാധിച്ചു. അതിനുശേഷം ഈ ഭരണസമിതിയും അതിൻ്റെ തുടർ കാര്യങ്ങൾ ചെയ്തു. അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രവൃത്തി നല്ല രീതിയിൽ ഇന്ന് ഇവിടെ പൂർത്തീകരിച്ച് IIITയിലെ കുട്ടികളെ ഇവിടെ താമസിപ്പിക്കാൻ സാധിച്ചത്. അയാളുടെ സന്തോഷം പ്രത്യേകമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ചെയർപേഴ്സൺ മായ രാഹുൽ, സെക്രട്ടറി ആകാശ്, ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി P. ജോൺ, കൗൺസിലർമാരായ ബിജു പാലുപ്പടവൻ, ടോണി തൈപ്പറമ്പിൽ, ബിജു മാത്യൂസ്, ബിജി ജോജോ, രജിത പ്രകാശ്, ജോർജ് കുട്ടി ചെറുവള്ളിൽ, സനൽ രാഘവൻ, ഷാജു തുരുത്തൻ, ജിജി ബൈജു, വലവൂർ IIIT പ്രതിനിധി മനോജ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കേരളത്തിൻ്റെ എഡ്യൂക്കേഷൻ ഹബ്ബായ പാലാ നഗരസഭ ഈ രംഗത്തേക്ക്, പാലായുടെ എഡ്യൂക്കേഷൻ രംഗത്തേക്ക് പുതിയൊരു കാൽവയ്പ് കൂടി നടത്തുകയാണ്. നമുക്കറിയാം, മുൻകാലങ്ങളിൽ പാലാ നഗരസഭയ്ക്ക് സ്വന്തമായിട്ട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരുന്നു. പിന്നീട് അതില്ല. ഈ പുതിയ കാലഘട്ടത്തിൽ പാലാ നഗരസഭ ഇതുപോലെ IIITക്ക് വേണ്ടിയിട്ട് ഈ കെട്ടിടം വിട്ടു നൽകിക്കൊണ്ട് പുതിയ സമയത്തോട്ട് കടക്കുന്നു. അതിനുള്ള എല്ലാ ആശംസകളും ഞങ്ങളെല്ലാവരും നേരുന്നു. ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഹോസ്റ്റലായിട്ടാണ് പാലാ മുനിസിപ്പാലിറ്റിയുടെ ഈ കെട്ടിടം ഞങ്ങൾ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. ഇതിനകത്തിൽ 59 റൂംസും മോഡിഫിക്കേഷൻ വരുത്തി ഈ 2 കുട്ടികൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഹോസ്റ്റലായിട്ടാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്ക് താമസിക്കാനും വിനോദ പരിപാടികളിൽ ഏർപ്പെടാനുമുള്ള ആവശ്യത്തിന് സ്ഥലം ഈ കോംപ്ലക്സിലുണ്ട്. ഇത് പാലാ മുനിസിപ്പാലിറ്റിയുടെ വളരെ നല്ലൊരു കെട്ടിടമാണ്. വളരെ നല്ല രീതിയിൽ അത് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. വളരെ വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഹോസ്റ്റലായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരുന്നത്. ഇന്ന് തൊട്ട് കുട്ടികൾ ആൾറെഡി താമസിക്കുന്നുണ്ട്. ബാക്കി ബിടെക് സ്റ്റുഡൻസ് ഇന്ന് അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. അവരും ജോയിൻ ചെയ്ത് തുടങ്ങും. ഇന്ന് മുതൽ ജോയിൻ ചെയ്ത് തുടങ്ങും. ഒരാഴ്ചക്കുള്ളിൽ ഫുള്ളി ഒക്കുപ്പൈഡ് ആകും. i4 ന്യൂസ്, പാലാ.